അംഗനവാടികൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തു. MLA ഫണ്ട് വിനിയോഗിച്ചാണ് ബേബി ബെഡുകൾ വിതരണം ചെയ്തത്. പന്മന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം 92-ാം നമ്പർ അംഗൻവാടിയിൽ നടന്നു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLAയുടെ ഫണ്ട് വിനിയോഗിച്ചാണ് അംഗനവാടികൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തത്. 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. പന്മന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം 92-ാം നമ്പർ അംഗൻവാടിയിൽ നടത്തി. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA ബേബി ബെഡുകൾ വിതരണം ചെയ്തു. വിസിറ്റേഴ്സ് ഡയറിയിൽ എഴുതാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് കാണുന്നത് പായ്ക്കകത്ത് ഇങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ കണ്ടപ്പോഴാണ് ഇത് മെത്തയുടെ കാര്യം ചോദിച്ചപ്പോൾ മെത്ത ഉണ്ടായിരുന്നു, ചീത്തയായി പോയതാണ്. അപ്പോൾ എല്ലായിടത്തും മെത്തയുടെ ആവശ്യം വരും. ഇങ്ങനെയാണ് പദ്ധതിയെക്കുറിച്ചൊരു ചിന്ത വരുന്നത്. അങ്ങനെ കയർ ഫണ്ടിൽ വിളിച്ച് ചോദിച്ചു. കയർ കോർപ്പറേഷനാണ് നല്ലൊരു എസ്റ്റിമേറ്റ് തോന്നുന്നത്. ഇവർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ മെത്തകൾ അവർ മാനുഫാക്ചർ ചെയ്തു തരാം എന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് CDP-യുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു പദ്ധതി രൂപകൽപ്പന ചെയ്തത്. അപ്പം ഈ വർഷത്തെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് തന്നെ അതൊക്കെ ചെയ്യുവാനും സാധിച്ചു എന്നുള്ളതാണ് സന്തോഷം. കുട്ടികളെ പറയുമ്പോൾ ഇവർ ഈ പറഞ്ഞ ഡിമാൻഡിങ് ആയിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് എന്നെക്കാളും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ചാനലിലൂടെ കണ്ടതാണ്. ഈ അംഗനവാടിയുടെ പ്രവേശനോത്സവത്തിൽ ഒരു ബിരുദൻ എന്താണ് ആവശ്യമെന്ന് ചാനലുകാർ ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ബിരിയാണി വേണം. അതാ ഞാൻ ചോദിച്ച ചിക്കൻ കിട്ടിയെന്നുള്ളത്. ഒരു ബിരുദൻ ബിരിയാണി എന്ന് പോലും പറയാൻ ബിറാണി എന്ന് മറ്റോ പറയും. അപ്പോൾ അത് സർക്കാർ മുഖവിലേക്ക് എടുക്കുകയും ഈ വർഷം തൊട്ട് മെനുവിൽ ഒരു ദിവസമെങ്കിലും ഫ്രൈഡ് റൈസും മുട്ടക്കറിയും എന്നുള്ള രീതിയിൽ പദ്ധതി കൊണ്ടുവരികയൊക്കെ ചെയ്തത് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചതാണ്. പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, വാർഡംഗം ഷംന റാഫി, ICDS സൂപ്പർവൈസർമാരായ രേഖാലക്ഷ്മി, നിഷ, ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. പന്മന ഗ്രാമപഞ്ചായത്തിലെ 51 അംഗൻവാടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.